ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം. മുൻകൂർ ജാമ്യം തള്ളിയതിനൊപ്പം നടൻ സിദ്ദിഖിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. കേസിൽ സിദ്ദിഖിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പരാതിക്കാരിയെ സ്വഭാവഹത്യ നടത്തിയത് അവരെ നിശബ്ദയാക്കാനാണെന്നും ഇത് അംഗീകരിക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചത് ദുരൂഹമാണെന്നും ഉത്തരവിൽ വിമർശനമുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. സിദ്ദിഖ് അഴിയെണ്ണുമോ? വിക്കറ്റുകൾ വീണു തുടങ്ങിയോ? സിദ്ദിഖിന് ഇനി പിടിച്ചു നിൽക്കാനാകുമോ? വ്യക്തിഹത്യാ നീക്കം തിരിച്ചടിച്ചോ? ഈ ചർച്ചയിൽ ശ്രീ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ സി ഷുക്കൂർ, നടനും അഭിഭാഷകനുമാണ്, അഡ്വക്കേറ്റ് ടി ബി മിനി അഭിഭാഷക, അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ അഭിഭാഷക, ഡോക്ടർ സോയ ജോസഫ്, ഡോക്ടർ ബി ജയരാജ് ഇടത് സഹയാത്രികൻ എന്നിവർ. സോയ ജോസഫ് കോൺഗ്രസ് നേതാവാണ്. നമുക്ക് ചർച്ചയിലേക്ക് നേരിട്ട് കിടക്കാം. ആദ്യം അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ഇവിടെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത് കസ്റ്റോഡിയൽ ഇന്ററോഗേഷന് ആവശ്യമുള്ള കേസാണ്. കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഒരു മുൻകൂർ ജാമ്യം നൽകാനുള്ള സാഹചര്യമില്ല എന്ന് കാണുന്നു. യഥാർത്ഥത്തിൽ ഇതുവരെയും അറസ്റ്റിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഒരാൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു എന്നുള്ളത് അറസ്റ്റ് ഒഴിവാക്കാനുള്ള കാരണവുമല്ല എന്നിരിക്കെ എന്തുകൊണ്ട് ഇത്ര നാൾ സിദ്ദിഖിന്റെ അറസ്റ്റ് നടന്നില്ല എന്നുള്ളതൊരു പ്രശ്നമല്ലേ? തീർച്ചയായും നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെയോ അല്ലെങ്കിൽ സെഷൻസ് കോടതി മുമ്പാകെയോ 438 പ്രകാരം, പഴയ CRPC 438 പ്രകാരം മുൻകൂർ ജാമ്യം അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തില്ല. ചില കേസുകളിൽ അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കോടതി ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. കോടതിയിൽ കേസിന്റെ കാര്യം അറിയില്ലെങ്കിൽ ചോദിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസ് കാണിക്കുന്ന ഒരു മര്യാദയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അറസ്റ്റ് വൈകുന്നത് തെളിവ് നശിക്കാൻ കാരണമാകുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്. ഈ ക്രൈം റൈസ് ചെയ്തതിനു ശേഷം അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് സമീപിച്ച ഉടനെ തന്നെ പോലീസ് അത് അവരുടെ നിലപാട് ഇന്നത്തെ ആ ഓർഡറിൽ കൃത്യമായി പറയുന്നുണ്ട്. പോലീസ് വളരെ സ്ട്രോങ് ആയി ഈ കേസിന് എതിർത്ത് ജാമ്യം കൊടുക്കുന്നതിന് അതിന് കാരണങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. 438 പരിഗണിക്കുന്ന സമയത്ത് എല്ലാ കാലത്തും ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് പ്രീ അറസ്റ്റ് ബെയിൽ, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താൽ ഇന്ന തരത്തിൽ ജാമ്യം കൊടുക്കണം. പുതിയ റീസെന്റ് ഡിസിഷൻ ഹൈക്കോടതി പറയുന്നത് കൺസേൺ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി പറയാൻ. തീർച്ചയായും ഈ പ്രീ അറസ്റ്റ് ബെയിലിന് സിദ്ദിഖ് കോടതിയെ സമീപിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇന്ന് ഈ കേസിലെ പരാതിക്കാരി ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പരാതിക്കാരിയുടെ അഭിഭാഷകൻ ആരോപിച്ച ചില കാര്യങ്ങളുണ്ട്. അത് തെളിവ് നശിപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ആദ്യം പരാതിക്കാരിയെ കോൺടാക്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. ഫേസ്ബുക്ക് തന്നെ ഈ നടൻ സിദ്ദിഖ് ഡിലീറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഡിവൈസുകൾ ടാമ്പർ ചെയ്യുന്നു. ഇങ്ങനെ തെളിവ് നശിക്കൽ നിർബാധം നടക്കുമ്പോൾ പോലീസ് അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ അന്വേഷണ സംഘം കോടതി എന്ത് പറയുന്നു എന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നടന്നത്. അതിൽ ഈ നമ്മുടെ ആ അഭിഭാഷകന്റെ വാദം ഞാൻ വായിക്കുകയുണ്ടായി. പക്ഷെ അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഇന്റർനെറ്റ് വഴി ഉണ്ടാകുന്ന എല്ലാ തെളിവുകളും അങ്ങനെ നശിപ്പിക്കാൻ കഴിയുന്നതാണോ? അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റ്, അദ്ദേഹത്തിന്റെ ഫോണോ ഡിവൈസ് അദ്ദേഹത്തിന് നശിപ്പിക്കാൻ കഴിയും. ആ ട്രാക്ക് നശിപ്പിക്കാൻ കഴിയുമോ? ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ ഉണ്ടാവുന്നതാണ് അതിന്റെ എക്സ്പെർട്ടായ ആൾക്കാർ ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയൊക്കെ നമ്മൾ മറ്റെന്ത് ഭൗതികമായ മറ്റു തെളിവുകൾ നശിപ്പിച്ചാലും ഇന്റർനെറ്റ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഏത് സംഗതിയും ഒരു പരിധിക്കപ്പുറത്ത്, കാരണം ഇവരെ ഫോണിൽ ഉണ്ടാവുമല്ലോ സാധ്യത. ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വിക്റ്റിമായ ആളും അക്യൂസ്ഡ് ആയ ആളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും തമ്മിലുണ്ടാവും. അപ്പൊ ഒരാളുടെ ഫോണിൽ എന്തായാലും അത് ബാക്കിയാവുമല്ലോ. അങ്ങനെ പൂർണ്ണമായി നശിച്ചു പോകുന്ന ഒരു സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പോലീസിന് തീർച്ചയായും അഭിലാഷിന്റെ ഭാഗത്തോട് ഞാൻ യോജിക്കുകയാണ്. പോലീസിന് ഈ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത കാണിക്കാമായിരുന്നു. ആ സമയത്ത് തന്നെ മുഴുവൻ ഡിവൈസും പിടിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ആ ഒരു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന വീഴ്ചയെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ കേസിൽ ഞാൻ 8 കൊല്ലത്തെ ഗ്യാപ്പ് വന്നു ക്രൈം നടന്നതുമായിട്ട് FIR വരുന്ന സമയത്ത്. FIR വന്നതിന് ശേഷമെങ്കിലും ആ സമയത്തുണ്ടായ കാര്യങ്ങളെ കുറിച്ച്, മറ്റ് എവിഡൻസ് കളക്ട് ചെയ്തതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് കോടതി കാണുന്നത്. അതായത് അദ്ദേഹം താമസിച്ച ഹോട്ടലിലെ സംഗതികൾ, ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, മറ്റു ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബെയിൽ ഓർഡറിൽ പറയുന്നുണ്ട്. അതൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് സീസ് ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ശ്രമിക്കാമായിരുന്നു. ഭാവിയിലെങ്കിലും പോലീസ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായും. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡിക 23 അതിനു മുൻപ് തന്നെ കോടതി ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും 23ാമത്തെ ഖണ്ഡികയിൽ ഈ അതിജീവിതയെ സ്വഭാവഹത്യ ചെയ്യാൻ നടത്തിയ ശ്രമം
തീർത്തും അനുചിതമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നു. എന്ന് മാത്രമല്ല, ദ അറ്റംപ്റ്റ് ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് മെനി ബി എ സ്ട്രാറ്റജി ടു സൈലൻസ് ഹെർ എന്നുകൂടി പറയുന്നുണ്ട്. അതായത് അതിജീവിതയെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമം അതൊരു തന്ത്രമായിരുന്നു, ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്ന കാര്യം കൂടി കോടതി പറയുകയാണ്. അതിനെ എങ്ങനെ കാണാം? ഇത്തരം കേസുകൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ അത് വലിയ പോസിറ്റീവായിട്ട് ഇന്ന് ആ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ അത് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ അകത്തുനിന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ അത് വളരെ ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടി അത് സ്വാഗതം ചെയ്തു എന്നുള്ളതാണ്. കാരണം ഈ ബിലാഷ് പറഞ്ഞതുപോലെ അതായത് സംസാരിക്കുന്ന സ്ത്രീകളെ ബ്ലെയിം ചെയ്തുകൊണ്ട് അവരെ നിശബ്ദമരാക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അതായത് ലോയുടെ സുപ്രീമസിയെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന ഒരു നോട്ടം. അതായത് അത്തരത്തിൽ കേസുകൾ വരുന്നത്, അത്തരത്തിൽ പരാതികൾ വരുന്നത് ഇത് ആ പരാതിക്കാരിയുടെ ഒറ്റയ്ക്കുള്ള കാര്യം മാത്രമല്ല, ഇവിടുത്തെ നിയമ സംവിധാനത്തിന്, ഇവിടുത്തെ നിയമത്തെ, ഇവിടുത്തെ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിനാകെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം പരാതികൾ വരുന്നതെന്നും ആ പരാതിക്കാരിയെ ബ്ലെയിം ചെയ്യുന്നത് നിയമവ്യവസ്ഥയെ തന്നെ അതിൻ്റെ സുപ്രീമസിയെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന തരത്തിൽ. കാരണം അതാണ് നമ്മുടെ നിലപാട്, നീതിയുമായി ബന്ധപ്പെട്ട നിലപാട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വരുന്ന സ്ത്രീ അത്തരത്തിൽ പരാതി ഉണ്ടാകുമ്പോൾ, അവർക്ക് നേരെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഈ നിയമവ്യവസ്ഥയോടുകൂടിയുള്ള അത്തരം മിണ്ടാതിരിക്കലുകളല്ല ഇവിടെ ഉണ്ടാവേണ്ടത്. ഈ നിയമങ്ങളുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നിയമങ്ങളും ബെനിഫിഷ്യലായിട്ടുള്ള ലോ ഉള്ളത് ഇത്തരത്തിൽ 376 അടക്കമുള്ളത് അമെൻഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള വളരെ കാര്യമൊന്നും ബാലിശമായിട്ടുള്ള കാര്യം പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നടന്നിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് 376 ബിയും ഡിയും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് എടുത്തു പറയുന്ന അങ്ങനെ സ്ട്രോങ് ആയ ഒരു നിയമമുള്ള ഒരു നാട്ടിലെ ഒരു സ്ത്രീ അതിജീവിത അവർ പരാതിയുമായി വരുന്ന സമയത്ത് ആ പരാതി എന്ന് പറയുന്നത് അവർക്ക് നേരെയുള്ള ആക്രമണം തുറന്നു പറയുന്നതോടൊപ്പം നിയമത്തെ കൂടിയാണ് അത് നാളെ വരുന്ന മുഴുവൻ തലമുറയെ കൂടി ശക്തിപ്പെടുത്തുന്ന ഈ നിയമ സംവിധാനത്തിൻ്റെ അകത്ത് അവർ നടത്തുന്ന ഒരു ഇടപെടലാണ്. കോടതി അതിന് അങ്ങനെ കണ്ടു എന്നുള്ളത് ശരിക്കും അത് വായിച്ചപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യേണ്ട ഒരു ഓർഡറായിട്ട് എനിക്ക് തോന്നി. കാരണം അതിനകത്ത് എടുത്തിട്ടുള്ള എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ മധുര കേസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അതിലെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എലോപ്പ് ചെയ്ത ഒരു സ്ത്രീ അവൾ തീർച്ചയായും അവൾ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ക്യാരക്ടർ എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയ സമയത്തും അക്വിറ്റൽ വന്ന ഒരു കേസിൻ്റെ അകത്ത്. പക്ഷെ പിന്നീട് നമ്മുടെ എവിഡൻസ് ആക്ടിൻ്റെ അകത്ത് വളരെ വ്യത്യാസമായി. അത്ര ക്യാരക്ടറുകൾ പോലും കൺസിഡർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള നിയമത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഇവർ സംസാരിച്ചു, ഇവർ ഫേസ്ബുക്കിൽ സംസാരിച്ചു എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമുണ്ടായ ട്രോമയിൽ നിന്ന് കരകയറി ആ ഒരു സമയത്ത് വന്ന് സംസാരിക്കുകയും അതിനുശേഷം പോലും ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയൊക്കെ ആ വിധത്തിൽ കൂടിയാണ് സ്വാഗതം ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തിൽ സ്ത്രീകൾക്ക് പറയാനും ഇത് ആക്രമണമാണെന്ന് മനസ്സിലാവാനും പൊതുസമൂഹത്തിനും കൂടിയാണ് ഇത് തെറ്റാണെന്നും ഇത് നടക്കേണ്ടതല്ലെന്നും ഇത്തരത്തിൽ നമ്മൾക്ക് നേരെ നടക്കുന്ന ഒരു കാര്യം നമ്മൾ സഹിക്കേണ്ടതല്ലെന്നും ഇവർക്ക് ബിൽക്കിസ് ബാനു പറഞ്ഞതാണ്. അതായത് മുഖം മറയ്ക്കേണ്ടത് അവരല്ലെന്നും തിരിച്ച് ചെയ്ത ആളുകളാണ് എന്ന് പറയുന്ന ബോധ്യം അത്തരം വരുന്ന തലമുറയ്ക്ക് കൂടി ബോധ്യമുണ്ടാകുന്ന വിധത്തിലേക്ക് വരികയും ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ മുൻകൂർ ജാമ്യം നിരസിച്ചുകൊണ്ടുള്ള വിധിയിലുണ്ട്. ഞാൻ വരാം. ശ്രീ ബി ജയരാജ്, ഇവിടെ ഉയരുന്ന ചോദ്യം സിദ്ദിഖിന് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് അതിജീവിത പറഞ്ഞത് ഞാൻ കോടതിയിൽ പറയാത്ത എന്നാൽ അന്വേഷണ സംഘം മുമ്പാകെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചോർന്ന് പുറത്തു പോയിരിക്കുന്നു എന്നുകൂടിയാണ്. ഇവിടെ ഇലക്ട്രോണിക് എവിഡൻസുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന ഭയം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ടാമ്പർ ചെയ്യാനുള്ള ശ്രമം നടത്താനുള്ള ഒരു സാഹചര്യവും സമയവും പ്രതിക്ക് ഒരുക്കി കൊടുത്തു എന്ന ആരോപണം നേരിടുന്നുണ്ട്. ഇങ്ങനെ ഈ കേസിൽ ഒരു മെല്ലെപ്പോക്ക് സമീപനം പോലീസ് അല്ലെങ്കിൽ ഈ പുതുതായി രൂപീകരിക്കപ്പെട്ട അന്വേഷണ സംഘം സ്വീകരിച്ചുവോ? ഇതിനകത്ത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പഴുതടച്ചുള്ള ഒരു കേസ് അന്വേഷണമാണ് നടത്തിയത്. കാരണം അതിനകത്തുള്ള ആ ടീം IPS ഓഫീസർമാരെല്ലാവരും അതുപോലെ തന്നെ ആ ടീം മുഴുവൻ അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് ആ രേഖകളും തെളിവെടുക്കാനും ആ 102 നമ്പർ റൂമിൽ പോകാനും അതിനുശേഷം വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ കാണുന്ന റൂമാണെന്നും എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്നും ഒക്കെ അടക്കമുള്ള കൃത്യമായിട്ടുള്ള വിവരണം ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതെല്ലാം അതിജീവിതമായിട്ട് പോയി തെളിവെടുത്തു.
ഈ വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയും കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇദ്ദേഹം രാജ്യം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇമിഗ്രേഷനിൽ നിന്ന് പ്രത്യേകിച്ച് ഇത് മേടിക്കുകയും ചെയ്തു. അവിടുന്ന് ലുക്കൗട്ട് നോട്ടീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഫോർവേഡ് ചെയ്തു. രാജ്യം വിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ ഇവിടെ പാളിച്ച പറ്റിയത് ലോക്കൽ പോലീസിനാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, ഇങ്ങനെ ജാമ്യം കൊടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാമായിരിക്കും. പക്ഷേ ഇതുപോലുള്ള സമാനമായ കേസുകളിൽ പലതിനും ജാമ്യം കൊടുത്തിട്ടുണ്ട്. അത് ഈ ജഡ്ജിമാരുടെയും അതിന്റെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. പക്ഷേ ഇന്നത്തെ ക്രൈമിന്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നത് ഈ ആരോപിതമായിരിക്കുന്ന കുറ്റകൃത്യം വളരെ വളരെ ഗുരുതരമാണ്, അൺക്വസ്റ്റ്യനബിളി സീരിയസ് എന്നാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്ന ഫ്രേസ്. അതായത് ചോദ്യം ചെയ്യപ്പെടാത്തത്രയും ഗുരുതരമായ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ഇവിടെ നടന്നു എന്ന പശ്ചാത്തലത്തിലാണ് കോടതി ഈ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ശ്രദ്ധേയമായൊരു വിധിന്യായമാണെന്നും ആ കേസിൻ്റെ മെറിറ്റ് എല്ലാം എടുത്തു വെച്ച് നോക്കിയിട്ടാണ് ആ വിധിന്യായം. ഇത് ഇനി വരാനുള്ള എല്ലാ വേട്ടക്കാരന്മാർക്കും അല്ലെങ്കിൽ ഇത്തരം സമീപനം എടുക്കുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായിട്ടുള്ളൊരു വാണിംഗ് ആണ് കൊടുക്കുന്നത്. പൊതുസമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് ഇന്നത്തെ വിധി കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് ഇത് ചെയ്യുന്നതിനകത്ത്, അത് നടപ്പിലാക്കുന്നതിനകത്ത് വെച്ച് കുറച്ചുകൂടെ ശ്രദ്ധ എടുക്കാമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എടുക്കാമായിരിക്കും. പക്ഷേ എല്ലാ കേസസിലും ഇങ്ങനെ ജാമ്യം നിഷേധിക്കാറില്ല എന്നാണ് മുൻകാല അനുഭവങ്ങൾ നമ്മളെ കാണിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന SIT ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിരുന്നു. ഗുരുതര സ്വഭാവം കണക്കിലെടുത്തുകൂടിയാണ് ഈ കേസിൽ കോടതി ഇങ്ങനൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് TB മിനി, ഇവിടെ ഇപ്പോൾ പഴുതടച്ച അന്വേഷണം നടന്നു എന്ന് പറഞ്ഞു. പക്ഷേ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടും കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമുള്ള കേസാണ് എന്ന് കോടതിക്ക് തോന്നിയിട്ടും ഇതിനോടകം സിദ്ദിഖ് അറസ്റ്റിലായിട്ടില്ല. അദ്ദേഹം എവിടെയാണ് എന്നറിയില്ല. ഇന്നലെ വരെ എറണാകുളത്തുണ്ടായിരുന്നു, ഇന്ന് എവിടെയാണെന്ന് അറിയില്ല. 2 വീടുകൾ പൂട്ടിക്കിടക്കുകയാണ്, മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ പോവാം. സുപ്രീം കോടതിയിൽ ഈ ആന്റിസിപ്പേറ്ററി ബെയിലിനുള്ള ഹർജി കൊടുത്ത് അത് കേട്ട് അതിലൊരു ഉത്തരവ് വരുന്നത് വരെയും അദ്ദേഹം പുറത്തു നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഈ തെളിവ് നശിപ്പിക്കപ്പെടുന്നു, സാക്ഷികൾ സ്വാധീനിക്കപ്പെടുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. അല്ല, സർക്കാർ SITയെ സംബന്ധിച്ച് ഈ വിക്റ്റിമിനെയൊക്കെ എല്ലാ വിക്റ്റിമുകളും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് SITനെ കുറിച്ച് പറയുന്നത്. പക്ഷേ മുകേഷിൻ്റെ കേസിൽ വരെ SIT ഒരു അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചതുമാണ്. ഈ കേസിലും കൃത്യമായിട്ടുള്ള മൊഴിയെടുക്കലും കുറച്ച് തെളിവുകളൊക്കെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വിക്റ്റിമിൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ കൃത്യമായി സൂക്ഷിക്കാനും ഹൈക്കോടതിയിൽ അത് കൃത്യമായി കോടതിക്ക് മുൻപാകെ പ്രസൻറ്റ് ചെയ്യാനും SIT ഇൻവെസ്റ്റിഗേഷൻ ടീം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത് ബെയിൽ കിട്ടിയില്ലെങ്കിൽ ഈ ആള് രാജ്യം വിടാനൊക്കെയുള്ള സാധ്യതകൾ കണ്ട് ചില പ്രിക്കോഷൻസ് എടുക്കണമായിരുന്നു. അതെടുത്തിട്ടില്ല. ഞാൻ കാണുന്നില്ല, നമ്മുടെ ഒരുപാട് നിയമപരിജ്ഞാനം ഇല്ലെങ്കിലും ഈ ജഡ്ജ്മെൻറ്റ് വെച്ച്, ഈ കുട്ടി കൊടുത്തിട്ടുള്ള മൊഴി വെച്ച് മാത്രമല്ല, ഈ നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരു ഡോക്യുമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റിനെ കുറിച്ച് ഞാനപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടില്ല. ആ ജഡ്ജ്മെൻറ്റിൽ DGP സർക്കാരിന് ഈ പ്രതി സിദ്ദിഖ് കൊടുത്തിട്ടുള്ള പരാതിയെക്കുറിച്ച് പരാമർശമുണ്ട്. അതിൽ കോടതി പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഈ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ ഈ പ്രതി സമ്മതിച്ചിട്ടുണ്ട്, അതിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടും സുപ്രീം കോടതി പോയാലും ഇത്രയും ഹീനമായിട്ടുള്ള ഒരു കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. 21 വയസ്സുള്ള കുട്ടി, അവർക്ക് മീറ്റൂൻ്റെ ക്യാമ്പയിൻ വന്നപ്പോൾ അവരത് പറഞ്ഞു, ഫേസ്ബുക്കിൽ ചെയ്തു, ഇട്ടു. എന്നിട്ട് പക്ഷേ ഫേസ്ബുക്കിൽ പോലെയൊക്കെ ഇടുമ്പോൾ ഈ വക കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് ആരും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു പരിമിതമായ രീതിയിൽ അവരത് എക്സ്പ്രസ് ചെയ്തു. അതിനുശേഷം തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവർ ഒരിക്കലും അവർ കംപ്ലൈൻറ്റും കൊടുത്തതാണ്. പക്ഷെ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഇത്രയും ദീർഘമായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ പ്രതിക്ക് തന്നെ ഈ കാര്യങ്ങൾ അറിവുള്ളതുമാണ്. പല രീതിയിലും ഈ ഇൻട്രാക്ഷൻ നടത്താൻ അതിനുശേഷവും അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളതാണ്. അതാണ് ഈ ഇലക്ട്രോണിക് എവിഡൻസിനെ കുറിച്ച് കോടതി അതിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള
കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആരോപണം നിലനിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് ആ പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. എത്ര ക്രൂരമായ രീതിയിലുള്ള മെയിൽ ഷോമനിസ്റ്റ് നിലപാടുകളാണ് ഇവർക്കുള്ളത്. ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും ശരി, വ്യക്തിഹത്യ ചെയ്യുന്നതിനെതിരെ കോടതി വളരെ നിർണായകമായ നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വ്യക്തിഹത്യ ചെയ്ത് ഒരു സ്ത്രീയെ നിശബ്ദയാക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സോയ ജോസഫ്, ഇപ്പോൾ ഇവിടെ കേസ് നമുക്ക് ഇത് ഫോളോ ചെയ്തു വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഞെട്ടൽ ഉണ്ടാക്കുന്നില്ല. പല കേസുകളുണ്ടെന്ന് മാത്രമല്ല, SIT ഈ ഹേമ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള സംഭവ വികാസങ്ങൾ കൂടി പരിശോധിച്ച് അതിൽ കേസെടുക്കാൻ പര്യാപ്തമായ സംഭവങ്ങൾ കണ്ടെത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട്. മുകേഷ് അറസ്റ്റിലായി, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്തു റിമാൻഡിൽ കഴിയേണ്ടി വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മുകേഷ് അറസ്റ്റിലായി, സിദ്ദിഖിന് വേണ്ടി പോലീസ് വലവിരിക്കുന്നു. കാര്യങ്ങളെല്ലാം ശരിയായ ദിശയിലാണോ? അല്ല, ഇതിൽ എല്ലാ ഘട്ടത്തിലും ഒരു മെല്ലപ്പോക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. നമ്മളത് വളരെ വ്യക്തമായി എല്ലാ സമയത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു മെല്ലപ്പോക്കിൻ്റെ നയം വളരെ കൃത്യമായി എല്ലായിടത്തും റിഫ്ലക്റ്റഡ് ആണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിനുള്ള കാലതാമസമാണെങ്കിലും അതിനുശേഷം പിന്നീട് ഉണ്ടാകുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അതൊരു കോടതി പറയേണ്ടി വരികയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. കോടതി വളരെ നിശിതമായിക്കൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഈ സ്വഭാവഹത്യക്കെതിരെ ഒരാൾ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് അവൾക്കെതിരെ ഉണ്ടായ ഗുരുതരമായ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവളതൊരു പരാതി കൊടുക്കുമ്പോൾ അവൾക്കെതിരെ ഒരു സാമൂഹ്യ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക്, സ്വഭാവഹത്യ നടത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ഒരു കോടതി പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മുൻപ് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ച എല്ലാവരും അക്കാര്യം ഉന്നയിച്ചു. ഈ ജാഗ്രത കുറവ് എന്ന് നമുക്ക് വെറുതെ പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഈ സമൂഹത്തിൽ ഇതേ കുറ്റകൃത്യം ചെയ്യുന്ന, ഇതേ തരത്തിൽ ക്രിമിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ പ്രിവിലേജ് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയണം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അത്തരം പ്രിവിലേജിലേക്ക് ഈ പറയുന്ന ആളുകൾക്ക് പോകാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ അവർക്കില്ലാതെ എന്ത് പ്രിവിലേജാണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ പറയുന്ന ജാഗ്രത കുറവ് എന്ന് പറയുന്നത് അത് വളരെ നിഷ്കളങ്കമായി, ഇപ്പോൾ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞതുപോലെ, ശ്രീ ഷുക്കൂർ പറഞ്ഞതുപോലെയൊക്കെ ആ ജാഗ്രത കുറവിനെ അത്രത്തോളം നിഷ്കളങ്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അത്തരത്തിലൊരു നിഷ്കളങ്കമായ ജാഗ്രത കുറവല്ല അത്. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് പിന്നെ വിജിലൻസിൻ്റെ സംവിധാനവും അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് കാണാനില്ല, ഇനി നാളെ പിടിക്കുമെന്നൊക്കെ ഇപ്പോൾ വാർത്തയിൽ നിങ്ങൾ സ്ക്രോൾ എഴുതി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്ന തരത്തിൽ, നാളെ പിടിക്കും, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് കാണാനില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ പറഞ്ഞു വെക്കുന്നത് എത്രത്തോളം അപഹാസ്യമാണ്. അപ്പോൾ ആ ജാഗ്രത കുറവ് വളരെ കൃത്യമായി സൃഷ്ടിച്ചെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെതിരെയുള്ള നമ്മൾ ഈ പറയുന്ന പോലെ അത്തരം പ്രിവിലേജുകൾ ഇപ്പോഴും കൊടുക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അതിങ്ങനെ നീട്ടി കൊണ്ടുപോയി അത് അവസാനം രക്ഷപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കാക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ട്. ഉപ്പ് തിന്നവൻ തീർച്ചയായും വെള്ളം കുടിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ഈ കോടതിയെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് എന്തിനാണ്? സർക്കാർ ഇവിടെ നിലനിൽക്കുന്നത് എന്തിനാണ്? അത് കൃത്യമായി സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ചെയ്യുന്നുണ്ടോ എന്നുള്ള പൊതുസമൂഹം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായി തന്നെ അത് നിലനിൽക്കുന്നുണ്ട്. ശരി, അവിടെ ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ മുകേഷിന്റെ കാര്യം എടുത്താൽ, മുകേഷ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടു. പക്ഷെ നോക്കൂ, മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ അതിനെതിരെ അപ്പീൽ പോയിട്ടില്ല. ആ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യത്തിൽ മുകേഷിന് ഇന്ന് അറസ്റ്റ് കഴിഞ്ഞ് സുഖമായി വീട്ടിൽ പോകാൻ പറ്റി. അങ്ങനൊരു കാര്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഈ കേസിൽ സിദ്ദിഖ് ഇതുവരെയും ഒരു അറസ്റ്റ് നടപടിയും നേരിട്ടിട്ടില്ല. അദ്ദേഹം ഇന്നലെ പോലും കൊച്ചിയിലുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ എന്നുള്ള ഒരൊറ്റ കാര്യം ബാക്കി നിർന്നാൽ വേറെ അറസ്റ്റിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 കൊല്ലം പരണത്ത് വെച്ചതിനെ കുറിച്ചും കോടതി നിശ്ചിതമായ ഭാഷയിൽ നിന്ന് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ഉദ്ദേശശുദ്ധി എന്താണ് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഉള്ളത്. കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പരാമർശിക്കപ്പെട്ട സന്ദർഭങ്ങൾ 15 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ലിറ്ററലി ആയിട്ടുള്ള കംപ്ലീറ്റ് എവിഡൻസും കളക്ട് ചെയ്യാതെ വെറുതെ ആളുകളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആരോപണത്തിൻ്റെ പേരിൽ ആളുകളെ അറസ്റ്റ് ചെയ്യാനോ അവരെ ടാർണിഷ് ചെയ്യാനോ പറ്റില്ല. ഈ നേരത്തെ എൻ്റെ സഹപ്രവർത്തകരിൽ
കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിട്ടുള്ള ഡോക്ടർ സോയ പറഞ്ഞതുപോലെ ഇപ്പോൾ സിമി റോസ്ബൽ ജോൺ എന്ന് പറഞ്ഞിട്ടൊരു കോൺഗ്രസ് പ്രവർത്തക ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഒരു അഭിപ്രായം ഉന്നയിച്ചപ്പോൾ എന്തായി, അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. വാർത്താ അവതാരകർ, മാധ്യമപ്രവർത്തകർ ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയാണ് പൊതുസമൂഹം സ്വീകരിക്കുന്നത്? ഇത് സിനിമക്കാരുടെ മാത്രം പ്രശ്നമല്ലല്ലോ, ഇത് സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വേട്ടക്കാർ എല്ലാ സ്ഥലത്തും രക്ഷപ്പെടുകയാണ് പൊതുവെ. അത് രാഷ്ട്രീയ ഭേദമന്യേ മാധ്യമ ഭേദമന്യേ എല്ലാ സ്ഥലങ്ങളിലും അത്തരം ആളുകൾ രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഉന്നതരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ അറിയാമല്ലോ. ഔട്ട്ലുക്കിൻ്റെ എഡിറ്ററായിട്ടുള്ള ആള്, അദ്ദേഹത്തിന് ഇതേണക്ക് ലിഫ്റ്റിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകളെക്കാളും പ്രായം കുറഞ്ഞ ഒരാളുമായിട്ട് ഇടപെട്ട അങ്ങനെ അധ്യാപകരെ. അപ്പൊ ഇതൊരു വിഷവൃഷ്ടം പോലെ ഇത് ചെയ്തിട്ട് തരുൺ തേജ്പാൽ എന്ന് പറയുന്ന തെഹൽക്കയുടെ ഔട്ട്ലുക്കിന്റെ എല്ലാ തെഹൽക്കയുടെ എഡിറ്ററാണ്. അപ്പോൾ അറസ്റ്റിലായതാണ് അയാൾ. ഇപ്പൊ കാണുന്ന പോലുമില്ല. എനിക്കറിയില്ല എത്ര കാലം ജയിലിൽ കിടന്നു. ഈ സിനിമക്കാർക്കൊക്കെ കിട്ടുന്ന തരത്തിലുള്ള വെള്ളിത്താലത്തിൽ വെച്ച് കിട്ടുന്ന പ്രിവിലേജ് വേറെ ആർക്കും കിട്ടിയതായി അറിയില്ല. ആ സംഭവം ഉണ്ടായ ഒരു ഇന്റേൺ, ഒരു ചെറിയ റിപ്പോർട്ടറാണ് പരാതി കൊടുത്തത്. അതേ തുടർന്ന് വളരെ ശക്തമായ നിയമ നടപടികൾ. അദ്ദേഹം എത്രയോ കാലം ഇപ്പൊ ജയിലിലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അതേ തുടർന്ന് അദ്ദേഹം പിന്നെ ജയിലിലായിരുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള മാതൃകാപരമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള മാതൃകാപരമായ നടപടികൾ എല്ലാ ഭാഗത്തും, സിനിമാ ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും, അഭിഭാഷക വൃത്തിയിലാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള നടപടി ജഡ്ജിമാർ ഇടപെടുന്നില്ലേ, അപ്പം അധ്യാപകർ ഇടപെടുന്നില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഏത് കുറ്റക്കാരനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ഒരു ആർജവം ആരെയും സംരക്ഷിക്കാതെ എടുക്കണമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. പൊതുസമൂഹത്തിന്റെ എന്നല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ആവശ്യം. ഇനി ഇത്തരം ആവശ്യമുണ്ട്. പക്ഷേ എത്രമാത്രം ഇപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങൾ എന്നുള്ള കാര്യം വരുമ്പോൾ ശ്രീ ഷുക്കൂർ വക്കീൽ നോക്കൂ, ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയെ വെച്ചത് സർക്കാരിന്റെ ഏറ്റവും മഹത്തായ കാര്യമാണെന്ന് പറയുമ്പോൾ കേരള ഹൈക്കോടതി അതേക്കുറിച്ച് കാണുന്നത് എന്താണ്? ഓൾദോ ദ എക്സ്പെർട്ട് കമ്മിറ്റി സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ് ഇൻ 2019, mysteriously the government maintained a sphinx-like silence for 5 years എന്നാണ് കോടതി പറയുന്നത്. ദുരൂഹമായി 5 വർഷം ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഷെൽവ് ചെയ്തു, പൂഴ്ത്തിവെച്ചു എന്ന് കേരള ഹൈക്കോടതിക്ക് അഭിപ്രായം പറയേണ്ടി വരികയാണ് ഈ വിഷയത്തിൽ. അപ്പോ എങ്ങനെയാണ് ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ നിലനിൽക്കുക? അല്ല, അതില് നമ്മുടെ അവകാശവാദം നിലനിൽക്കുന്നത് ഇപ്രായം എനിക്കില്ല. നമ്മുടെ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്ന സാഹചര്യം നമുക്കറിയാം. നമ്മൾ പലപ്പോഴും വർത്താൻ പറഞ്ഞ ഒറ്റ ഇഷ്യൂവിന്റെ പുറത്ത് ഒരു പ്രമുഖ നടി 2017 ആക്രമിക്കപ്പെടുന്നു. ആ ഒറ്റ ഇഷ്യൂവിന്റെ പേരിൽ ഇവിടുത്തെ സിനിമയിലെ വനിതാ പ്രവർത്തകർ ഗവൺമെന്റിനെ സമീപിക്കുന്നു. ആ സമയത്ത് തന്നെ അവർ ഗവൺമെന്റ് ഹേമ കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ്. അതൊരു കമ്മിറ്റിയായി രൂപീകരിച്ച് 3 പ്രഗത്ഭരായ വനിതകൾ കേരള സമൂഹത്തിലെ വളരെ സ്വാധീനമുള്ള, ഒരാൾ ജുഡീഷ്യറിയിലാണ്, ഒരാൾ ബ്യൂറോക്രസി നിലയിലാണ്, ഒരാൾ സിനിമാ രംഗത്തിലെയാണ്. അവർ 3 പേരും കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ സ്റ്റഡി മുഴുവൻ കഴിഞ്ഞു. നമ്മൾ വീണ്ടും അതിലേക്ക് പോകുന്നതിന് അർത്ഥമില്ലെങ്കിൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൺക്ലൂഷനിൽ ഒരു സ്ഥലത്ത് പോലും ഇതിൽ ക്രിമിനൽ നടപടികൾ എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കമ്മിറ്റി ശുപാർശയില്ല. നമ്മളത് വളരെ നിസ്സാരമായി കാണേണ്ടതല്ല. അതിനുശേഷം ഈ കമ്മിറ്റിയുടെ ഈ SITക്ക് റിപ്പോർട്ട് കൈമാറിയതിനു ശേഷം WCCയിലെ പ്രവർത്തകർ പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ട് ആവർത്തിച്ച് പറഞ്ഞത് അതിന് ഇവർ നൽകിയ മൊഴിയെ കുറിച്ച് പുറത്ത് അറിയാൻ പാടില്ല എന്നാണ്. ഒരു ടെലിവിഷൻ ചാനല് അതിൽ ചില മൊഴിയുടെ ചില ഭാഗങ്ങൾ, ചില സൂചനകൾ വാർത്തയെ കൊടുത്തപ്പോൾ WCC ശക്തമായി ഇടപെടേണ്ടി വന്നു. അല്ല, ഇന്നിപ്പോ ആ പെൺകുട്ടി, ഇപ്പം ഈ ഇരയാക്കപ്പെട്ട ആക്കപ്പെട്ട ഈ പെൺകുട്ടി അതിജീവിത ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും റിപ്പോർട്ട് വന്നതിന് ശേഷം പറഞ്ഞത് SITയിൽ നിന്ന് വാർത്തകൾ ചോർന്നു പോകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ കൺസേൺ ആയിരുന്നു. ഇവരുടെ സ്വകാര്യത നിലക്കും പുറത്തു പോകാൻ പാടില്ല. ആ റിപ്പോർട്ട് എന്ത് തന്നെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ ആക്ഷൻ ഏതെങ്കിലും തരത്തിൽ ആ വളരെ ഭയപ്പെട്ട് ഒരുപാട് പ്രഷറൈസ് ചെയ്ത സാഹചര്യത്തിൽ മൊഴി നൽകപ്പെട്ട മനുഷ്യരുടെ സ്വകാര്യത ഒരു നിലക്കും പുറത്തു വരാൻ പാടില്ല എന്ന് ഗവൺമെന്റ് നിർബന്ധമുണ്ടായിരുന്നു. രണ്ടാമതൊരു കാര്യം, നമ്മളിപ്പം ഈ നമ്മുടെ 2017 നടി ആക്രമിക്കപ്പെട്ട കേസുകളിൽ അവരോടൊപ്പം നിൽക്കാൻ മടിച്ച സിനിമാ രംഗത്തുള്ള എല്ലാവരും ഇത് വലിയ ക്രൈസിസിലാണ്. ഇപ്പൊ സിദ്ദീഖ് ആവട്ടെ, അദ്ദേഹം കൂറുമാറിയ ആളാണ് കോടതിയിൽ. മുകേഷ് അമ്മയുടെ മീറ്റിംഗിൽ ശക്തമായ അദ്ദേഹത്തിന്റെ നിലപാട്. ഇടവേള ബാബു, ഇങ്ങനെ സിനിമാ രംഗത്തിൽ എല്ലാ പ്രഗത്ഭരും പരിശോധിച്ചാലും 2017 വിക്ടിമായ ഈ അതിജീവിതയായ അവർ പേര് വെളിപ്പെടുത്തിയ അവരോടൊപ്പം നിൽക്കാൻ മടിക്കുകയും വേട്ടക്കാരുടെ
നിൽക്കുകയും ചെയ്ത ആൾക്കാർ മുഴുവൻ ഇന്ന് ശിക്ഷിക്കപ്പെടുന്നത്. അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഹേമ കമ്മിറ്റി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ 5 വർഷത്തെ ഡിലേ എന്ന് പറയുന്നതിൽ അതില് അഭിലാഷ് പറഞ്ഞ എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ എങ്കിലും അതിന് ഗവൺമെന്റിൻ്റെതായ കാരണങ്ങൾ നമുക്ക് നിഷേധിച്ച് പോകാൻ കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് SITക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ചോർന്നു പോകുന്നത് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. SITയുടെ കയ്യിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം കേരളത്തിലെ പ്രമുഖ ചാനല് ഇരയാക്കപ്പെട്ട ആളുടെ പേര് വെളിവാകുന്നത് പോലെ ശരി, അതേ തുടർന്ന് WCCക്ക് തന്നെ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ, അതും കൂടുതൽ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തോടു കൂടി രൂപീകരിച്ച SIT ആണ്. ആ SITക്ക് കോടതിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം, റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കിട്ടിയതിന് ശേഷം അതിലെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതിലെ പ്രാഥമിക ഉത്തരവാദി SIT ആണല്ലോ. എന്ന് മാത്രമല്ല SITയിൽ നിന്ന് മൊഴി ചോരുന്നു. ഞാൻ കോടതിയിൽ പറയാത്ത കാര്യം SITയോട് പറഞ്ഞ കാര്യം ചോരുന്നു എന്ന് ഇന്ന് ആ അതിജീവിത പറയുന്നത് വളരെ വളരെ ഗുരുതരമായ സാഹചര്യമാണ്. അവിടെ അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ, SIT എന്ന് പറയുമ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥർ അതിനകത്ത് വേണമെന്നൊക്കെയായിരുന്നു. നമ്മുടെ നാട്ടിലെ സീനിയർ ആയിട്ടുള്ള വനിതാ IPS ഉദ്യോഗസ്ഥർ AIG ജി പൂങ്കുഴലി അടക്കമുള്ള പ്രമുഖരായ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അവിടെ നിന്നും മൊഴികൾ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്നു എന്നൊക്കെയുള്ളത് കൂടുതൽ ആളുകളെ മൊഴി നൽകുന്നതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ മൊഴികൾ സ്വാഭാവികമായും കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ആരെങ്കിലും മൊഴി നൽകാൻ വന്നാൽ അവരെ കൂടി നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിൽ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു എന്ന പ്രശ്നം കൂടി ഇക്കാര്യത്തിലുണ്ടോ? തീർച്ചയായും അത്തരം സ്വകാര്യതകളെ മാനിച്ചുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ശേഖരണവും ഒക്കെ SIT ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ ഷുക്കൂർ വക്കീൽ അടക്കം പറഞ്ഞതുപോലെ വലിയൊരു കേസ് മലയാള സിനിമയ്ക്കകത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത കൊട്ടേഷൻ റേപ്പിൻ്റെ ഇതിൽ, നമ്മളിപ്പോൾ നിയമം പഠിക്കുന്ന ആളുകളെന്ന നിലയിൽ റേപ്പുമായി ബന്ധപ്പെട്ടിട്ട് കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്ന നടന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിനെ തുടർന്ന് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ പ്രൊആക്റ്റീവായിട്ട് അതിൽ ഇടപെടുകയും അതിനെ തുടർന്ന് ഇപ്പോൾ WCC അടക്കമുള്ള ഒരു മൂവ്മെൻറ്റ് മലയാള സിനിമയ്ക്കകത്ത് ഉണ്ടാവുകയും കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി തൊഴിലിടവുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾക്ക്, അത് സെക്ഷൽ ഹരാസ്മെൻ്റ് ഉൾപ്പെടെ ഉള്ള, അതായത് തൊഴിൽ വേതനമടക്കം അവർക്ക് പ്രാഥമികമായ അസൗകര്യങ്ങളുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ 2013 പോഷ് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ പാലിക്കാത്ത ഒരു ഇടം കൂടിയാണ് എന്നുള്ള വ്യക്തമായ മനസ്സിലാക്കേണ്ട അകത്ത് ഇതെല്ലാം കൂടി ഹെഡ് ഇട്ടുകൊണ്ട് അവരുടെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും, അതിൽ പല ഹെഡുകളിലായിട്ട് വളരെ കൃത്യമായിട്ട് സ്ത്രീകൾ അൺഈക്വലായിട്ട് അവിടെ പരിഗണിക്കപ്പെടുന്ന, അത് ഹരാസ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈക്വാളിറ്റി ഇല്ലായ്മയ്ക്കും കൂടി കൊണ്ടുകൂടിയാണല്ലോ അത്തരത്തിൽ ഹരാസ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്നത്. മനുഷ്യനെ ഏറ്റവും സ്നേഹത്തോടെ ചെയ്യുന്ന ഒന്ന് ആക്രമണമാകുന്നത് അത് ഈക്വലായി ട്രീറ്റ് ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അത് സിനിമയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വളരെ കൃത്യമായ ഉള്ള ഒരു പഠനം നടക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിൻ്റെ അകത്ത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി തന്നെ അത്തരത്തിൽ ചില കാര്യങ്ങൾ, അതായത് ഇത് പുറത്തുവിടരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും, പക്ഷേ ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒന്നിൻ്റെ അകത്ത്, നോൺ അവൈലബിൾ ആയിട്ടുള്ള ഒന്നിൻ്റെ അകത്ത് കോഗ്നൈസബിൾ ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്കകത്ത് അടക്കം, പക്ഷേ അത് ചില പരിമിതികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഈ 5 വർഷത്തെ ഡിലേ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ വരുന്ന ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ളത് വലിയ ഒരു ചേഞ്ചാണ്. കാരണം പരാതി തങ്ങൾക്ക് നേരെ ഇത് ഉണ്ടായിട്ടുണ്ട്, ഇതിന് പരാതിപ്പെടേണ്ടതുണ്ട്, ഇത് കേസ് ഓടേണ്ടി വരുന്നു എന്ന സാഹചര്യം. ഇവിടെ ശ്രീ B. ജയരാജ്, സർക്കാരിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളുടെ കണക്ക് പറയുക എന്നുള്ളതിനപ്പുറത്ത് സ്ത്രീ സമൂഹത്തിനാകെ നീതി പ്രൊവൈഡ് ചെയ്യുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പ്രബലരായ ആളുകളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ പ്രബലരായ ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ പ്രിവിലേജുകളെ കുറിച്ച് ഇവിടെ തന്നെ ഈ ചർച്ചയിൽ തന്നെ പരാമർശം ഉണ്ടായല്ലോ. എല്ലാവർക്കും തുല്യമായി നീതി ലഭ്യമാവണം എന്ന ഒരു പോയിന്റ് കൂടി പ്രധാനമാണ്. വളരെ പ്രബലരായ ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ദുർബലരായ ഇപ്പുറത്തുള്ള ആളുകൾ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകാം. സ്വഭാവ ഹത്യകൾക്ക്, ഓൺലൈൻ വഴിയുള്ള ട്രോളിങ്ങിന്, പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വിധേയമാകാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവനെക്കുറിച്ചുള്ള ഭയം കൊണ്ട് പരാതിപ്പെടാൻ പേടിയാണ് സിനിമയിലെ സ്ത്രീകൾക്കെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള പരാതികൾ ഉണ്ടാവുന്നത്. അതിനെ ആ നിലയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ ഇതിനോടകം SITക്ക്? ഉണ്ടാവണമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജെൻഡർ ഈക്വാലിറ്റിക്കും ഒക്കെ വേണ്ടി വാദിക്കുന്ന ആളുകളാണ്.
അല്ലെങ്കിൽ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സമൂഹം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഈ വളരെ പ്രായം കുറഞ്ഞ IPS ഉദ്യോഗസ്ഥന്മാരാണ്. അവരെന്തായാലും അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയായിരിക്കും. അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകുകയും കൃത്യമായിട്ട് തെളിവെടുപ്പ് നടക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഈ ചോർന്നു പോകുന്ന കാര്യങ്ങൾ, നേരത്തെ ഒരു പെൻഡ്രൈവിൻ്റെ കേസുണ്ടായിരുന്നു. ഈ പെൻഡ്രൈവ് ഇതുമാതിരി ചോർന്നു പോയി, അത് കോടതിയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം റീറൈറ്റ് ചെയ്തു. അത് അവിടുത്തെ ഒരു സ്റ്റാഫ് വിചാരിച്ചപ്പോൾ അങ്ങനെ നടന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഹേമ കമ്മീഷൻ ഇത് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അവർ തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്തത്. ഈ ചോർന്നു പോകും എന്നുള്ളൊരു ഭയം കൊണ്ടായിരുന്നിരിക്കണം, വേറെ ഒരാളിനെ വിളിച്ച് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം ഇലക്ട്രോണിക് മീഡിയയിൽ ഇത്തരം സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ പത്രലേഖകർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അവർക്ക് ആ വാർത്തയൊക്കെ, കാരണം ഒന്നാമത് നെക്ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം വാർത്തകൾ കണ്ടെത്താൻ ശ്രമിക്കും. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെ വരും. പക്ഷേ അതിനെയൊക്കെ തടയിടത്തക്ക രീതിയിലുള്ള ഒരു ഡിഫൻസീവ് മെക്കാനിസം, അതല്ലെങ്കിൽ ഒരു ഡിഫൻസ് എന്തായാലും ഇവർക്ക് ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടായില്ല എന്നുള്ളത് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇനി പ്രത്യേക ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരിക്കലും ശരിയായ നടപടിയല്ല, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ കോടതിയുടെ ഉത്തരവിൽ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ, കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ഈ കേസിൽ പ്രധാനപ്പെട്ടതാണ്, ആവശ്യമുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ച് സ്വാഭാവികമായും പോലീസ് സിദ്ദിഖിനെ വരുന്ന മണിക്കൂറുകളിൽ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ആ അറസ്റ്റിന് വഴങ്ങുക എന്നുള്ളതല്ലേ നിയമം അനുസരിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ സിദ്ദിഖിന്റെ ബാധ്യത? ശ്രീ അഭിലാഷ്, മുൻകൂർ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി നിരപരാധിയാകുന്നില്ല. അതേപോലെ മുൻകൂർ ജാമ്യം റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി അപരാധിയുമാകുന്നില്ല. ഇത് രണ്ടും സത്യമാണ്. ശ്രീ സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് പോവുകയും അദ്ദേഹം നിയമത്തിന്റെ വഴി തേടുകയും ചെയ്യും. അദ്ദേഹത്തിന് നല്ലൊരു വിധി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിധിന്യായത്തിൽ തന്നെ 22-ാം പേജ് 26-ാം പാരഗ്രാഫ് അവസാന വരിയിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ പറഞ്ഞ ഒബ്സർവേഷൻസ് ഒന്നും ഈ കേസിന്റെ മെറിറ്റിന് വേണ്ടി പറഞ്ഞത്, അല്ലെങ്കിൽ കേസിന്റെ മെറിറ്റ് ആണ് നിങ്ങൾ കരുതരുത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതികൾ കേസിന്റെ മെറിറ്റ് അല്ല പരിശോധിക്കുക. ഇത് ട്രയൽ അല്ലല്ലോ നടന്നിട്ടുള്ളത്. കേസിന്റെ മെറിറ്റ് അല്ല എന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർക്കും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതായത് കോടതി ഈ പറഞ്ഞ ഒബ്സർവേഷൻസ് ഒന്നും കേസിന്റെ മെറിറ്റ് ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. 1. 2, ഈ വ്യക്തിയുടെ മൊഴി 2019 വേറെയായിരുന്നു, വെർബലി അബ്യൂസ് ചെയ്തു എന്നായിരുന്നു. 2024 ആയപ്പോൾ അത് ഫിസിക്കലി റേപ്പ് ചെയ്തു എന്നായി. ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞത് വേറെയാണ്, രണ്ടാമത് യൂട്യൂബിൽ പറഞ്ഞത് വേറെയാണ്, പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് വേറെയാണ്, അതിനുശേഷം കോടതിയിൽ കൊടുത്ത പരാതി വേറെയാണ്. 4 വ്യത്യസ്ത വേരിയേഷൻസ് വന്നു. സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇരയുടെ പരാതി മാത്രം മതി ഒരാളെ ശിക്ഷിക്കാൻ. പക്ഷെ ആ പരാതിക്ക് കൺസിസ്റ്റൻസി വേണം, നിരന്തരമായി പരാതി മാറരുത്. വെർബൽ അബ്യൂസ് എങ്ങനെയാണ് ഫിസിക്കൽ റേപ്പ്? രാഹുൽ ഈശ്വർ, രാമൻ പിള്ള അസോസിയേറ്റ്സ് ഇത് തന്നെ ആണ് ഹൈക്കോടതിയിൽ വാദിച്ചത്. അതിന് ഹൈക്കോടതി കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇരയെ ഏതെങ്കിലും തരത്തിൽ ഷെയിം ചെയ്യുകയോ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക എന്നുള്ളതല്ല ഇത്തരം കേസുകളിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഇൻകൺസിസ്റ്റൻസിയുടെ കാര്യം ഉണ്ടെങ്കിൽ അത് വിചാരണയുടെ സമയത്ത് ചൂണ്ടിക്കാണിക്കട്ടെ പ്രതിഭാഗം. അതിന് കൃത്യമായി പ്രോസിക്യൂഷന് അവരുടെ വാദങ്ങൾ ഉണ്ടാവും. ഇവിടെ ഈ കേസിൽ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ വേണോ, ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്നുള്ളതായിരുന്നു കോടതി മുമ്പിലുള്ള ചോദ്യം. ആ സമയത്ത് ഇരയെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഏത് തരത്തിലാണ് ന്യായമാവുക? കോടതി തന്നെ നിരാകരിച്ചിട്ടുള്ള കാര്യമാണത്. ദയവായി ശ്രദ്ധിക്കൂ, എങ്ങനെയാണ് ഇരയെ വ്യക്തിഹത്യ ചെയ്യുക? ഇര പറഞ്ഞ 4 മൊഴി 4 ആണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ, അങ്ങനെ ഒരു വസ്തുത ചൂണ്ടിക്കാണിച്ചാൽ വ്യക്തിഹത്യയാവോ? അതായത് ഇര പറഞ്ഞത് ആദ്യം വെർബൽ അബ്യൂസ് എന്നാണ്, അത് ഫിസിക്കൽ റേപ്പായി മാറി. 2019 14 പേർക്കെതിരെയാണ് ഈ വ്യക്തി പറഞ്ഞത്. അന്നൊന്നും ഈ റേപ്പിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. 2019 പറഞ്ഞത് വേറെ, 20 പറഞ്ഞത് വേറെ, 23 പറഞ്ഞത് വേറെ, 24 ആദ്യം പറഞ്ഞത് വേറെ, പിന്നീട് കൊടുത്തത് വേറെ. ഞാൻ ഈ ചൈനയിലെ രേഖയൊന്നും കാണിക്കുന്ന പോലുമില്ല. ചൈന യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ, മറ്റൊരു കുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്തതിന് പുറത്താക്കിയതാണ്. ഇവർക്കെതിരെ 20-30 പെൺകുട്ടികൾ, 20 മുതൽ 30 പെൺകുട്ടികൾ ഈ കാര്യത്തിൽ തന്നെയാണ് പരാമർശം നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഒരു ട്രോമയുടെ സമയത്ത്, ഒരാൾക്ക് ഒരു ട്രോമ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഫേസ്ബുക്കിലോ പുറത്തോ പറയണം എന്നൊന്നുമില്ല. അവർ നേരിട്ട പീഡനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇത്രയും കടത്തി പറഞ്ഞില്ല, ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഇപ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത്. അതുകൊണ്ട് ആദ്യം ഇത്രയും ഡീറ്റെയിൽസ് പറയാഞ്ഞത് കൊണ്ട് അവർ പറയുന്നത് കള്ളമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് നിഗമനത്തിലെത്താൻ പറ്റുക? ഇത്തരം നിഗമനങ്ങളല്ല, ഈ കാര്യത്തിൽ അന്വേഷണമാണ് വേണ്ടത് എന്ന് കോടതി പറയുന്നത്. അതുകൊണ്ടാണ് രാഹുൽ
ഈശ്വർ. മൊഴി മാറ്റി പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വാസയോഗ്യമായി മൊഴി മാറ്റി പറയാനാവുക? ചോദ്യമല്ലേ ഇതെങ്ങനെയാണ് മൊഴി മാറ്റി പറയലാവുക? 2009 ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്ത് അവർ മുഴുവൻ ഡീറ്റെയിൽസും സിദ്ദിഖ് എന്ന പേര് അവിടെ ഉണ്ടായിരുന്നു. മസ്കറ്റ് ഹോട്ടൽ ഇൻസിഡന്റ് അവർ വിശദീകരിച്ചിരുന്നില്ല. അത് അവരുടെ ട്രോമ കൊണ്ടാകാം. ആ സമയത്ത് അവർക്ക് അത്രയും പറയാൻ കഴിയാത്തത് കൊണ്ടാകാം. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ പറയാൻ പാടില്ല. അങ്ങനെയല്ല അഭിലാഷ്. നില തിയേറ്ററിൽ വെച്ച് സിദ്ദിഖ് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നാണ് ഈ വ്യക്തി ആദ്യം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു വ്യക്തി മസ്കറ്റ് ഹോട്ടലിൽ പോകുമോ? അങ്ങനെയുള്ള ഒരു വ്യക്തി ഓൾറെഡി നില തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവർ ചോദിച്ച സിദ്ദിഖിനോടൊപ്പം മസ്കറ്റ് ഹോട്ടലിൽ പിന്നീട് ഈ കുട്ടി എന്തിനു പോയത് സ്വാഭാവിക ചോദ്യം വരില്ലേ? അപ്പോ യഥാർത്ഥത്തിൽ മൊഴികൾ നിരന്തരമായി മാറ്റുന്നത് സിദ്ദിഖിനെ കുടുക്കാനുള്ള ശ്രമമല്ലേ? സിദ്ദിഖിനെ മനഃപൂർവ്വം കുടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മൊഴി മാറ്റി എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കണ്ടേ? രണ്ട്, ഞാൻ ചൈനയിലെ കാര്യം അങ്ങനെ കോൺട്രാഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ, ഈ കേസിന്റെ ട്രയലിന്റെ ഘട്ടത്തിൽ ഡിഫൻസിന് ഈ കാര്യത്തിൽ കോൺട്രാഡിക്ഷൻസ് ഉണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാം. അതിനപ്പുറത്ത് ഇത് അന്വേഷണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന പ്രാഥമിക പ്രശ്നത്തിലേക്ക്, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ വേണോ, ഇപ്പോഴേ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കണോ, ഈ കാര്യങ്ങളാണ് കോടതി മുമ്പാകെ ഉള്ളത്. ആ സമയത്ത് വിക്ടിമിനെ ഷെയിം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് അനുപേക്ഷണീയമായ ഒരു കാര്യമാവുന്നത്? ചൂണ്ടിക്കാണിക്കുന്നത് വിക്ടിമിനെ ഷെയിം ചെയ്യുന്നതാണോ? ദയവായി ഒരു വരി മാത്രം ശ്രദ്ധിക്കൂ. ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ചൂണ്ടിക്കാണിക്കുന്നതും ഈ വ്യക്തി മറ്റ് 14 പേർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ചൂണ്ടിക്കാണിക്കുന്നതും ഈ വ്യക്തിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്, സമാനമായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന് പറയുന്നതും അത് വസ്തുതകളല്ലേ, ഡോക്യുമെന്റഡ് അല്ലേ? ആ ഡോക്യുമെന്റഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ വാചകങ്ങൾ മാത്രം ഞാൻ വായിക്കാം. The learned senior counsel for the petitioner had also characterized the survivor as an outspoken and vociferous lady who has made unsubstantiated allegations against 14 men. Therefore, her complaint lacks credibility. The submission is unwarranted and reflects an uncharitable view of the survivor's circumstances. A woman's experience of sexual assault are not a reflection of her character, but rather than an indication of her suffering. The attempt to blame a woman for speaking out may be a strategy to silence her. ഇതാണ് ഇരയെ നിശബ്ദയാക്കാനാണ് ഇമാതിരി തോന്നിയാസം പറയുന്നത് എന്ന് കേരള ഹൈക്കോടതി താങ്കൾ പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞതാണ്. ഒരു വാക്ക് മാത്രം ചോദിച്ചോട്ടെ, ഈ വ്യക്തി കംപ്ലൈന്റ് അല്ലേ, ഈ വ്യക്തി സർവൈവർ ആണെന്ന് കോടതി ഓൾറെഡി കണ്ടെത്തിയോ? അപ്പോ യഥാർത്ഥത്തിൽ ഇനി അന്വേഷണവും ട്രയലും ഒന്നും നടക്കണ്ടേ? അതിനൊന്നും ഈ വ്യക്തി സർവൈവർ അന്വേഷിക്കുകയാണല്ലോ. സർവൈവർ ആയോ? ഇവിടെ റേപ്പ് ചാർജ് ചെയ്ത് അന്വേഷിക്കുമ്പോ അവര് സർവൈവർ തന്നെയാണ്. അതിനുശേഷം തെളിഞ്ഞാൽ അപ്പോഴും സർവൈവർ അല്ല, അത് കഴിയട്ടെ, കേസിൽ വിധി വരട്ടെ. അതിന് ഇതിപ്പോ എന്തിനാണ് തോക്കിക്കേറി വെടിവെക്കുന്നത് രാഹുൽ ഈശ്വർ? ഇതിപ്പോ അന്വേഷണമല്ലേ ആയിട്ടുള്ളൂ. അല്ലാതെ ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് കൊണ്ട് സിദ്ദിഖിനെ തൂക്കിലേറ്റണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? പറയുന്നില്ല. അതുപോലെയല്ലേ അപ്പുറത്തും ശ്രീ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ മുൻകൂർ ജാമ്യം ഒരു വ്യക്തിയുടെ അപരാധിത്വത്തിന്റെയോ നിരപരാധിത്വത്തിന്റെയോ യാഡ്സ്റ്റിക് അല്ല. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. 4 തവണ 4 മൊഴിയാണ് പറഞ്ഞത് എന്ന് നമ്മൾ മറക്കരുത്. ശരി, ഓക്കെ, അതാണല്ലോ പോയിന്റ്. ഡോക്ടർ സോയ ജോസഫ്, ഇതുപോലെ പരാതിയുമായി വരുന്ന ആളുകൾ ഇപ്പോ നേരത്തെ പറഞ്ഞപ്പോ ഇത്രയും പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞപ്പോ മസ്കറ്റ് ഹോട്ടലിൽ പോയ കാര്യം പറഞ്ഞില്ല, അന്നേരം നിളയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇമാതിരി തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് കോടതിക്കകത്തും പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പാത്രമാകേണ്ടി വരുന്നുണ്ട്. വലിയ തോതിൽ അവരെ ഡിമോറലൈസ് ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നാളെ ഒരാൾ പരാതിയുമായി വരുന്ന ഘട്ടത്തിൽ പോലും ഇത്തരം അപവാദങ്ങൾ കേൾക്കേണ്ടി വരുമല്ലോ എന്ന ഭയം അവരെ സംബന്ധിച്ചുണ്ടാവാം. കോടതി അക്കാര്യത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം സമൂഹം മാറുമോ? തീർച്ചയായും ഈ പറയുന്ന തരത്തിൽ ഒരു കേരളത്തിലെ നല്ലൊരു സാമാന്യ പുരുഷ ബോധത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. കാരണം ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. കാരണം ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് അവൾക്കെതിരെ ഉണ്ടായ എന്തെങ്കിലും ക്രൈമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കുമ്പോൾ വലിയ സദാചാരബോധത്തിൻ്റെയും അല്ലെങ്കിൽ അവൾക്കുമേൽ വലിയ സദാചാരബോധത്തിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ ഉണർന്നിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഒരു സാമാന്യ ബോധത്തിന് ചേരുന്നതല്ല എന്ന് പോലും ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത
പുരുഷന്മാർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ വലിയ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ കാര്യം ഇപ്പം പിന്നെ കോടതിയുടെ തന്നെ വലിയ റൂളിംഗ് ഉണ്ട്. ഇവിടെ ഒരുപാട് വക്കീലുമാർ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഡിലേ എന്ന് പറയുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈമിൽ ഡിലേ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പരിഗണിക്കുന്ന ഒരു കാര്യമാണല്ലോ. അവർക്ക് എന്താണ് പറയാൻ തോന്നിയത് അത് പരിഗണിക്കണമെന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അത് അന്ന് പറഞ്ഞില്ല, അന്ന് അതിൽ കൂടുതൽ പറഞ്ഞില്ല എന്ന് പറയുന്നതിലൊന്നും എന്ത് ലോജിക്കാണ് അതിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി എന്ന് എല്ലാ ഘട്ടത്തിലും ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് ഈ സ്ത്രീ തന്നെ തുറന്നു പറഞ്ഞപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന വെർബൽ അബ്യൂസിങ്ങിനെ പറ്റിയും സൈബർ അറ്റാക്കിനെ പറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും സ്ത്രീകൾ പറയുന്നത് ഇത് ഞങ്ങളുടെ പേരുകൾ ഞങ്ങൾക്ക് പറയേണ്ടതില്ല, ഞങ്ങൾക്ക് പരാതികളില്ല, ഞങ്ങൾക്ക് ആർക്കും പുറമേക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് ആർക്കും SITയോട് സംസാരിക്കേണ്ടതില്ല, ഞങ്ങൾക്കിത് പോലീസിൽ തെളിവ് കൊടുക്കേണ്ടതില്ല, ഞങ്ങൾക്ക് പരാതി പറയേണ്ടതില്ല എന്നാണ് ഇതിൽ മാറ്റം ഉണ്ടാവുക. തനിക്കെതിരെ ഒരു ക്രൈം ഉണ്ടായി അത് തുറന്നു പറയാനുള്ള സാമൂഹ്യമായ സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല. അതിന് കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാകുന്നില്ല. അതിന് പകരം ആരാണോ അത് പറഞ്ഞു വെക്കുന്നത് അവർക്കെതിരെയുള്ള കുറെ കൂടെ ഡിമോറലൈസ് ചെയ്യുന്ന, അവരുടെ മാനസികമായി അവരെ തളർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന ഒരു സംവിധാനമായി പോകുന്നു. പിന്നെ ഇവിടെ സംസാരിച്ച കുറെ ആളുകൾ പിന്നെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ പറ്റിയും അതിജീവിതയെ പറ്റിയും 2017 ഉണ്ടായ കേസിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഇപ്പോഴും ആ കേസിൽ ഏറ്റവും അവസാനം അതിന്റെ 1-ാം പ്രതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പിന്നെ ഇവിടുത്തെ പ്രോസിക്യൂഷൻ കൊണ്ടുവച്ച വാദങ്ങളുടെ ഏറ്റവും പിന്നെ ഫ്രിവലസ് ആയിട്ടുള്ള വളരെ സില്ലി ആയിട്ടുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൊണ്ടാണ് പലപ്പോഴും, കാരണം അതിജീവിത തന്നെ തന്റെ ജീവന് പോലും ത്രെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ 1-ാം പ്രതിയെ പുറത്തേക്ക് വിടാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ പോലീസിനൊന്നും ഒരു ജാഗ്രത കുറവുമില്ല. അപ്പം ഇന്ന് പോലും ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പിന്നെ കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിൽ 25 പേരെ പിന്നെ FIR ഇടുന്നു. അതിൽ കണ്ടാലറിയാവുന്ന FIR-ൽ പോലും പേരിടാത്ത ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിൽ പോലീസിന് ഒരു ജാഗ്രത കുറവുമില്ല. ഈ ജാഗ്രത കുറവ് ഉണ്ടാക്കുന്നതാണ് പ്രിവിലേജ് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. വിചാരണ നീട്ടിക്കൊണ്ടുപോവാൻ പ്രതിഭാഗം ശ്രമിക്കുന്നതിനെ കുറിച്ചും ആശങ്കയുണ്ട്. എങ്ങനെയാണ് ഒരു ക്രോസ് എക്സാമിനേഷൻ 6 മാസം പിന്നിടുക എന്ന് സുപ്രീം കോടതി പോലും ചോദിച്ച ഘട്ടം നമ്മൾ കണ്ടു. വിചാരണ അൺഎൻഡിംഗായി നീണ്ടുപോയാൽ പ്രതിക്ക് സ്വാഭാവികമായും ജാമ്യം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ, ഇവിടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ട് ഈ വിക്ടിമിന്റെ മൊഴികളിൽ എന്നുള്ളത് ഒരു മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ അന്വേഷണത്തെ സംബന്ധിച്ച ഹർജിയോ തീർപ്പാക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയമാണോ? ഉണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ അഭിലാഷിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ഇത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു സബ്ജക്റ്റിൻ്റെ അകത്ത് ഇതുപോലെയുള്ള വാദങ്ങൾ, അതായത് ഒരു അതിജീവിതയ്ക്കൊപ്പം എല്ലാ സംവിധാനവും നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് നമ്മൾ ഇത്തരം സംസാരം തന്നെ ഒരാളുടെ അടുത്ത് നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കഷ്ടമാണ്. അത് നമ്മൾ ജനാധിപത്യത്തിലെ വിയോജിപ്പുകൾക്ക് ഇടമുണ്ട്, പക്ഷേ ഇത് വിയോജിപ്പല്ലല്ലോ. ബ്ലെയിമിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡിമോറലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊരു വിയോജിപ്പിൻ്റെ ഇടമായിട്ട് പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം സ്പേസ് ഉണ്ടാവുന്നു, ഇവർക്ക് ഇതിങ്ങനെ വന്നിരുന്നു പറയാനായിട്ട് നിരന്തരമായി ഇത്തരം വിഷയങ്ങൾക്കകത്ത് സ്പേസ് കൊടുക്കുന്നു, സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് കോടതി തന്നെ വളരെ കൃത്യമായിട്ട് ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ഇതൊന്നും ഇങ്ങനെയല്ല പറയേണ്ടത്. ഇപ്പം പറയുമ്പോൾ പോലും ഇവർക്ക് നേരെ ഇപ്പോൾ ഈ ഇത്രയും നാളിന് ശേഷമാണ് പറയുന്നതെന്ന് പറയുന്നു. ആ സ്ത്രീ ഇപ്പോഴുണ്ടായ ഒരു സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലത്തിൻ്റെ പുറത്ത് ഇത്രയും സപ്പോർട്ടിങ് സംവിധാനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ, നിങ്ങളടക്കം മാധ്യമങ്ങളൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അത് ഇവർക്ക് സപ്പോർട്ട് ചെയ്തു എന്നല്ല, ഈ വിഷയത്തോട് ഈ കോറിനോട് എല്ലാവരും ഒപ്പം നിന്ന ഒരു സാഹചര്യത്തിൽ പരാതി നൽകാനായിട്ട് സ്ത്രീകൾ സജ്ജരായി തയ്യാറെടുത്ത് അവർ വരുന്നു എന്ന് പറയുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് നിങ്ങളിങ്ങനെയാണ്, നിങ്ങൾ ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ല, ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞില്ല, ഒരു ട്രോമ ഉണ്ടാകുമ്പോൾ റേപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്ത്രീക്ക് നേരെ സംഭവിക്കും. നമ്മൾ അതിനെ മലയാളം മാനഭംഗം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്ത്രീയുടെ മാനത്തിന് എന്തോ ഭംഗം വന്നു എന്ന് പറയുന്ന അത്തരം ഒരു സമൂഹം, അത്തരം കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്ന ആ സമൂഹത്തിൻ്റെ അകത്ത് അവിടെ നിൽക്കുന്ന സ്ത്രീയോട് അവരെ നിങ്ങളിത് പറഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇപ്പം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്, ഈ ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നു. നമ്മൾക്ക് ഇത്തരം ഇത് പറഞ്ഞാൽ എങ്ങനെ ഈ സമൂഹം എടുക്കുമെന്നും അവർക്ക് ഭയമുണ്ടാകും, സ്വാഭാവികമായ ഭയം. അവർ പറഞ്ഞത് അത് തന്നെയാണല്ലോ. എനിക്കത് അന്ന് ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ പാനിക്കായി, അവർ ചെറിയൊരു പെൺകുട്ടിയായിരുന്നു, ആ പാനിക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഞാൻ നിരന്തരം അത്തരം ആളുകളോട് ഇടപെടുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മളിവിടെ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ കമ്മീഷണറുടെ അടുത്ത് പരാതി
കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വണ്ടി ഓടിക്കില്ല. ഓട്ടോയിൽ നമ്മൾ ഈ കുട്ടികളെ കൂടെ കൂട്ടിയിട്ട്, പ്രായപൂർത്തിയായ ആളുകളാണ്, അവരോടൊപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് വേണ്ട മേഡം ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുന്ന നിരവധി സംഭവങ്ങളുണ്ട്. കാരണം അതിൻ്റെ കുറ്റം നമ്മളും കൂടിയാണ്. കാരണം ഇത് പുറത്ത് പറഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അവരോടൊപ്പം നിൽക്കുന്ന, നമുക്കിന്ന് സ്ഥലപ്പേരുകളാണ് ഇത്തരം പെൺകുട്ടികൾ, ഈ പുറത്തു വന്നിട്ടുള്ള കേസ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അവരോടൊക്കെ പോയി ഒന്ന് സംസാരിക്കണം. അവരെല്ലാം നേരിട്ടിട്ടുള്ളത് ഈ പറയുന്ന ഈ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത്, ഇത്തരം ഈ രാഹുൽ ഈശ്വരനെ പോലെ കാഴ്ചപ്പാട് മാറാത്ത മനുഷ്യരുള്ള ഈ സമൂഹത്തിൻ്റെ അകത്ത് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിസ്സാരമായ നേരിടലല്ല. അത്തരം നേരിടലുകളെ അതിങ്ങനെ അതിജീവിക്കുമെന്ന് ഒരു അതിജീവിതയ്ക്ക് 8 വർഷം എടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പം കൊണ്ടല്ല, ഇത്രയും മോശമായ ഒരു സമൂഹത്തിൻ്റെ കൂടി തെറ്റായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത്തരം ഒരു സമൂഹത്തിൽ എന്ത് ഇൻകൺസിസ്റ്റൻസി തന്നെയല്ല ഈ ഡിലേ എന്ന് പറയുന്നത്. ഇത്തരം കേസുകൾക്കകത്ത് ഒരുപാട്, ഇപ്പോൾ ഗുർമീത് കൗറിൻ്റെ അടക്കം കേസുകൾക്കകത്ത് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾക്കകത്ത് നമ്മൾ എടുക്കേണ്ടത് ഡിലേ എന്ന് പറയുന്നത് ഇതൊന്നും മെക്കാനിക്കൽ അല്ല. മനുഷ്യൻ്റെ ശരീരവുമായി മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഓഫൻസിൻ്റെ അകത്ത് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതല്ല. അത് ഇന്ത്യൻ പീനൽ കോഡ് 1860 എഴുതുന്ന സമയത്ത്, എവിഡൻസ് ആക്ട് എഴുതുന്ന സമയത്ത്, CRPC ഒക്കെ എഴുതുന്ന സമയത്ത് എഴുതിയ ആളുകൾക്ക് ഇതിനേക്കാൾ നല്ല ജാഗ്രതയും ബോധവും ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്തരത്തിൽ നിയമപരമായ പ്രശ്നമില്ല എന്ന് കാലങ്ങളായി കോടതികളും വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വാദങ്ങൾ നമ്മൾ ഇനിയും ഇത്തരം വാദങ്ങളെ അപ്ഹോൾഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ചോദ്യമാണ് അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ ഉന്നയിക്കുന്നത്. ഓക്കെ, സ്വാഭാവികം. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, ഞാൻ ഉച്ചക്കത്തെ ചർച്ചയിൽ താങ്കളോട് ചൂണ്ടിക്കാണിച്ചതാണ്. അവസാനത്തെ പാരഗ്രാഫിന് തൊട്ടു മുമ്പ് കോടതി ബിൽക്കീസ് ബാനു കേസാണ്, ബിൽക്കീസ് യാക്കൂബ് റസൂൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ 2024 സുപ്രീം കോടതിയുടെ പരാമർശമാണ് കോടതി ഈ താങ്കൾ ഉന്നയിച്ച തരത്തിലുള്ള വാദങ്ങളെ നിരാകരിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീയെ കുറിച്ച് സമൂഹം എന്ത് കരുതുന്നോ അല്ലെങ്കിൽ എന്ത് സമൂഹത്തിൽ അവരെ അടയാളപ്പെടുത്തുന്നോ എന്നുള്ളതൊന്നും അല്ല വിഷയം, മറിച്ചൊരു സ്ത്രീ ബഹുമാനിക്കപ്പെടണം എന്നുള്ളതാണ് മൗലികമായ വിഷയം എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ജാമ്യം നിഷേധിക്കുന്നത്, മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ വിക്ടിമിനെ ഷെയിം ചെയ്യുക എന്ന സ്ട്രാറ്റജി, അതൊരു സ്ട്രാറ്റജിയാണ് എന്ന് കോടതി കണ്ടിട്ടുണ്ട്. ആ സ്ട്രാറ്റജിയാണ് പരാജയപ്പെട്ടു പോയത്. യഥാർത്ഥത്തിൽ സിദ്ദിഖിന് വിനയായതെന്ന് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ചാനൽ ചർച്ചകളിൽ വന്നിട്ട് അതേ വാദം പറയുന്നത്. അല്ല ശ്രീ അഭിലാഷ്, ഈ സ്ത്രീക്ക് മാത്രം മതിയോ ബഹുമാനം, പുരുഷന് വേണ്ടേ? പല വ്യാജ പരാതികളും തകർന്നടിയുന്നത് നമ്മൾ കണ്ടില്ലേ? അതൊന്നും അഭിഭാഷകർക്കൊന്നും ബോധത്തിൽ വന്നില്ലേ? ഒരു ഡയറക്ടർക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച അത് എന്തായി? അവസാനം ഒമർ ലുലുവിനെതിരെ ഉന്നയിച്ച വ്യാജ പരാതി എന്തായി? പലർക്കെതിരെയുമുള്ള വ്യാജ പരാതിയും വ്യാജ അതിജീവിതകൾ വന്ന് പറഞ്ഞ പരാതികൾക്കൊക്കെ എന്തായി? അപ്പൊ ഇതിനിപ്പോ നിവിൻ പോളിക്കെതിരെ വന്ന കള്ളപ്പരാതി എന്തായി? ഈ പരാതികളൊന്നും നമ്മൾ ആരും കാണാതിരിക്കുകയാണോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലും ഓർക്കണം, കേരള ഹൈക്കോടതി കഴിഞ്ഞ തവണത്തെ വിധി ന്യായത്തിൽ 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡികയിൽ പറയുന്നു, അക്യൂസ്ഡിനും പ്രൈവസിയുടെ റൈറ്റ് വേണം. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നീക്കം. അതായത് ഈ കംപ്ലൈന്റിന് മാത്രമല്ല നിങ്ങൾ പ്രൈവസിയുടെ റൈറ്റ് കൊടുക്കണം. രാഹുൽ ഈശ്വർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള മൊഴികൾ, അതിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ ആർക്കെതിരെയാണോ മൊഴി കൊടുക്കപ്പെട്ടിട്ടുള്ളത് അവരുടെയും പ്രൈവസിയെ കുറിച്ചാണ് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും റേപ്പ് കേസിലെ പ്രതികളുടെ പ്രൈവസിയെ കുറിച്ചല്ല. അതുകൊണ്ടല്ലേ മുമ്പത്തെ വിധിന്യായം എന്ന് പറഞ്ഞത്. കേൾക്കുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇപ്പൊ ഏതെങ്കിലും ഇപ്പോ ഒരു ലൈംഗിക പീഡന കേസിലെ ലൈംഗിക പീഡന കേസിലെ പ്രതികളുടെ ഐഡന്റിറ്റിയോ അതല്ലെങ്കിൽ അവരുടെ പേരോ സംരക്ഷിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ സ്വകാര്യത സംരക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ട് എന്ന് തോന്നും രാഹുൽ ഈശ്വറിന്റെ വാദം കേട്ടാൽ. അങ്ങനെയല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയ ആ വിഷയത്തിലാണ് കോടതി അവിടെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രൈവസിയുടെ കാര്യം എടുത്തു പറയുന്നത്. ആയിക്കോട്ടെ സാർ, പലപ്പോഴും തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ആ പ്രതിപക്ഷ ബഹുമാനമോ താല്പര്യമല്ല, അവരെ പോട്ടെ. ഇനി അതിന്റെ മറുപടി എന്താണ്? എന്തുകൊണ്ടാണ് അക്യൂസിന് നമ്മൾ റൈറ്റ് ടു പ്രൈവസി കൊടുക്കേണ്ടത്? കാരണം അൺഫെയർ ആയിട്ടുള്ള ഒരുപാട് പരാതി വരുന്നു, ഒരുപാട് വ്യാജ പരാതി പ്രളയം വരുന്നു. അപ്പൊ ശരി ഏതാണ് തെറ്റേതാന്ന് പലപ്പോഴും അറിയില്ല. പുരുഷൻ പലപ്പോഴും ഏകപക്ഷീയമായി ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ പല കേസുകൾ ഈ കഴിഞ്ഞ 1 വർഷത്തിൽ കണ്ടു. അന്നും ഒരുപാട് പേര് ഇതേപോലെ ഇരുന്ന് വാദിച്ചതാണ്, വിജയബാബുവിനെ ഒമർ ലുലുവിനെ എന്തൊക്കെ ചെയ്യണമെന്ന്. എന്തായി അവസാനം? അതെല്ലാം വ്യാജ പരാതികളാണെന്ന് സമൂഹ മധ്യത്തിലും കോടതിയിലും ഒക്കെ തെളിഞ്ഞ. അല്ലെങ്കിൽ എൽദോസിന്റെ കേസ് എന്താ? കോടതി പറഞ്ഞത് വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തോളം സീരിയസ് ആയ ഒരു ക്രൈം ആണെന്നാണ്. വ്യാജ പരാതി ക്രൈമാണ്. പക്ഷേ ഈ കേസിലൊക്കെ താങ്കൾ ഈ പറഞ്ഞ കേസുകളിലൊക്കെ വിചാരണ കഴിഞ്ഞ് കോടതി ഉത്തരവ് വന്നോ? എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ താങ്കൾ എന്താ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവുകളിലെ പരാമർശം ആ കേസിലെ അന്തിമ വിധിയായി വ്യാഖ്യാനിക്കരുത്. ഈ കേസിലൊക്കെ അന്തിമ വിധി വന്നിട്ടുണ്ടോ? കേൾക്കട്ടെ.
ഇപ്പൊ സിദ്ദിഖിന്റെ കേസിൽ അന്തിമവിധി വന്നു. വന്നില്ല. സിദ്ദിഖിന്റെ കേസിൽ അന്തിമവിധി സിദ്ദിഖിനെ തൂക്കിക്കൊല്ലണമെന്നോ സിദ്ദിഖ് അപരാധിയാണെന്നോ ആരെങ്കിലും പറഞ്ഞോ? ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം ആവശ്യമുണ്ട്, കസ്റ്റഡിയൽ ഇന്ററഗേഷൻ വേണം എന്നുള്ളതാണ് ഈ വിധി. അതുപോലെ തന്നെയാണ് ജാമ്യം കൊടുത്തിട്ടുള്ള കേസിൽ ആരെങ്കിലും എക്സോണറേറ്റ് ചെയ്തിട്ടുണ്ടോ, കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളിയെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ? വിജയ് ബാബുവിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ? നേരെ തിരിച്ച് വിജയബാബുവിന്റെ കേസിലും ഒമർ ലുലുവിന്റെ കേസിലും എൽദോസിന്റെ കേസിലും കോടതി ഒബ്സർവേഷനിൽ അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും പരസ്പര സമ്മതത്തോടെയാണെന്നും കോടതികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ല, അത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹർജിയിലല്ലേ സാർ? ആ കേസിൽ അന്തിമ വിധി വന്നോ? ഇനിയിപ്പോ ആ കേസിൽ അന്തിമ വിധി വന്നത് അങ്ങനെ തന്നെയാണെങ്കിൽ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ആരോപണ വിധേയരായ ആളുകൾക്കൊപ്പം അവർക്ക് നീതി വേണമെന്ന് പറയണം. സ്വാഭാവികമായും വ്യാജമായ പരാതികൾ ആർക്കും പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. ഇതൊക്കെ എല്ലാ പരാതിയും വ്യാജമാണെന്നുള്ള ഒരു കേവല യുക്തി അതിൽ താങ്കൾ തിരികെ കയറ്റരുത്. എല്ലാ പരാതിയും ശരിയാന്നുള്ള കേവല യുക്തി അങ്ങേക്ക് എന്തിനാണ്? ഇല്ല, അങ്ങനെ ഇല്ല. പരാതി അന്വേഷിക്കപ്പെടണം എന്നുള്ളതേ ഉള്ളൂ. എല്ലാ പരാതിയും ശരിയാണോ നമ്മളെങ്ങനെ പറയും? അന്വേഷിച്ചോട്ടെ. പരാതി ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളെങ്ങനെ പറയും? ശ്രീ രാഹുൽ ഈശ്വർ, നമ്മളെങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്യുക? അത് അന്വേഷിക്കപ്പെടണം. അന്വേഷിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തിയിട്ടല്ലേ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ നിരപരാധി എന്ന് പ്രഖ്യാപിക്കുക. ആരോപിതനാണ്. ദയവായി ശ്രദ്ധിക്കുക, ഒരു വരിയേ ഉള്ളൂ. സിദ്ദിഖ് ആരോപിതനാണ്. കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നവരെ അദ്ദേഹം ആരോപിതൻ എന്ന് പറയാനുള്ള റൈറ്റേ നമുക്കുള്ളൂ. എൽദോസിന്റെ കേസിൽ പറഞ്ഞതുപോലെ വ്യാജ പരാതികൾ പലപ്പോഴും റേപ്പിനെ പോലെ തന്നെ സീരിയസ് ആയ ഒരു ക്രൈമായി നമ്മുടെ സമൂഹം കാണണം. കാരണം വ്യാജ പരാതി കൊടുക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അത് ഈ കഴിഞ്ഞ കേസുകളിൽ കണ്ടു, നിവിൻ പോളിയുടെ കേസിൽ കണ്ടു, പല കേസുകളിലും കണ്ടു. അതുകൊണ്ട് നമുക്ക് അവധാനത വേണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയ ശ്രീ സിദ്ദിഖിന് ജാമ്യം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ആ ജാമ്യം കിട്ടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കും. മൊഴികളിലെ വൈരുദ്ധ്യം, അവരുടെ ചൈനയിലെ ബിഹേവിയർ അടക്കമുള്ള പല കാര്യങ്ങളും അതിൽ ഹൈലൈറ്റ് ചെയ്യണ്ടേ? മൊഴികളിലെ വൈരുദ്ധ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേസിൽ വിചാരണ നടക്കണം. ചർച്ച അന്തിമഘട്ടത്തിലാണ്. ശ്രീ ഷുക്കൂർ വക്കീൽ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മൊഴികളിലെ വൈരുദ്ധ്യം ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴോ കാര്യമായി വരുന്ന ഒരു കാര്യമല്ല. പക്ഷെ ട്രയലിന്റെ ഘട്ടത്തിൽ കേരളത്തിലെ വളരെ പ്രമാദപ്പെട്ട ഒരു ബലാത്സംഗ കേസിൽ സാക്ഷിയായി പോവേണ്ടി വന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് ഘടകമായി വരാറുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ സമിതി പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം കുറ്റപത്രത്തിലേക്ക് പോവുക എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ ചെയ്യുക. തീർച്ചയായും ഞാൻ ഈ രാഹുൽ ഈശ്വറിന്റെ വാദം കേട്ടപ്പോ ഈ പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഒരുപാട് പേര് അദ്ദേഹത്തെ അയാളെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടു. ഞങ്ങൾക്ക് രാഹുൽ ഈശ്വർ ആ കൂട്ടത്തിൽ ഉണ്ടോ ഞാൻ പല വട്ടം ഇങ്ങനെ ആവർത്തിച്ച് നോക്കി അദ്ദേഹം അതിലുണ്ടോ എന്ന്. നമ്മുടെ വളരെ ദയനീയമാണ് അദ്ദേഹത്തിന്റെ വാദങ്ങളൊക്കെ. ഈ വിജയൻ ബാബുവിന്റെയും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ ഒക്കെ ജാമ്യാപേക്ഷ തീർപ്പാക്കുന്ന സമയത്ത് 430 തീർപ്പാക്കുന്ന സമയത്ത് ഹൈക്കോടതി പറഞ്ഞ ചില പരാമർശങ്ങൾ വെച്ചിട്ട് അതിൽ അദ്ദേഹം ഹൈക്കോടതി അംഗീകരിക്കുകയും സിദ്ദീഖിന്റെ കേസിൽ വന്നപ്പോൾ ഹൈക്കോടതിയെ തള്ളുകയും ചെയ്തൊരു സമീപനം വളരെ വിചിത്രമായി തോന്നുന്നുണ്ട്. ജാമ്യം കൊടുക്കുന്ന സമയത്തുണ്ടായ പരാമർശങ്ങൾ വളരെ നല്ല കാര്യം. ജാമ്യം നിഷേധിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഗ്രേവ് ഒഫൻസ് ചെയ്തു എന്ന് പ്രിമാ ഫേസിയെ ബോധ്യപ്പെട്ട സംഗതി പറയുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നൽ വളരെ വിചിത്രമായ സംഗതിയാണ്. നമ്മൾ ഈ മൊഴികളിലെ വൈരുദ്ധ്യം എന്ന് ഈ കാര്യത്തിൽ പറയാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ പറയുന്നത് ബഹുമാനപ്പെട്ട രാമൻപിള്ള സാർ പോലും സബ്മിറ്റ് ചെയ്ത് ഈ കുട്ടി പല ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു. ആ പറഞ്ഞതിൽ പരസ്പരം വൈരുദ്ധ്യം ഉണ്ടെന്നല്ല. അപ്പം ഒരു തിയേറ്ററിൽ അദ്ദേഹം സിനിമ കാണാൻ വിളിക്കുന്നു, സെക്ഷൽ ഫേവർ ചെയ്തു ആ കുട്ടി ഒരു സമയത്ത് പറയുന്നു. അവിടെ പിന്നെ ഹോട്ടലിലേക്ക് പോകുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ വിശദമായ ഒരു മൊഴിയിലേക്ക് എത്തുന്നു. 161 പ്രകാരം വിക്റ്റിമായ ആള് പോലീസ് ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മൊഴി കൊടുക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളെ ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ പോവുക. ഓരോ ഭാഗവും കൃത്യമായി അവരുടെ മൊഴിയിൽ പറയും എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് മൊഴി വന്നത്, ഏത് സാഹചര്യത്തിലാണ് അങ്ങോട്ട് പോസ്റ്റ് ഇടേണ്ടി വന്നത്. ആ കാര്യങ്ങൾ കൃത്യമായി ആ മൊഴി കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഷുക്കൂർ സാർ എന്തിനാ അപ്പം തിയേറ്ററിൽ നിന്ന് ഹോട്ടലിൽ പോയത്? സെക്ഷൽ ഫേവർ ചോദിച്ചതിന് ശേഷം ഹോട്ടലിൽ പോയെങ്കിൽ എന്തിനാ തിയേറ്ററിൽ നിന്ന് ഹോട്ടലിൽ പോയത്? അല്ല, അതൊക്കെയാണല്ലോ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഞാൻ പറയട്ടെ, പെട്ടെന്ന് നമ്മുടെ സമയം കഴിഞ്ഞു. പറഞ്ഞോളൂ. താങ്ക് യു. ഓക്കെ, അദ്ദേഹത്തിന്റെ കണക്ടിവിറ്റി കട്ടായം തോന്നുന്നു. വളരെ നന്ദി എല്ലാവർക്കും. സിദ്ദിഖിന്റെ അറസ്റ്റ് എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്ന കാര്യം. അടുത്ത ദിവസങ്ങളിലും ഇത് തന്നെ പ്രധാന വാർത്തയായി വന്നേക്കാം. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.